എല്ലാ കൂട്ടുകാരെയും പുതിയ പാഠഭാഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സ്റ്റാൻഡേർഡ് ഫിഫ്ത്തിലെ മെഷർ മാത്ത് 89 പേജാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു ചെയ്തത്? ഒരു പെൻസിൽ എടുത്തു, അത് മെഷർ ചെയ്തു. അതിലെന്തൊക്കെ ഉണ്ടായിരുന്നു? സെൻറ്റിമീറ്റേഴ്സ് ഉണ്ടായിരുന്നു അല്ലേ? പിന്നെ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? മില്ലിമീറ്റേഴ്സ് ഉണ്ടായിരുന്നു. പിന്നീട് അതിനെ നമ്മൾ എന്ത് ചെയ്തു? മിക്സഡ് ഫ്രാക്ഷനാക്കി എഴുതി. പിന്നീട് അതിനെ ഡെസിമൽ ഫോമിലേക്കും എഴുതി. എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമെന്ന് കരുതുന്നു. ഇവിടെ ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് ഡിഡ് യു ഗെറ്റ് ദ ലെങ്ത് ഓഫ് എനി പെൻസിൽ ഇൻ എക്സാക്ട് സെന്റിമീറ്റേഴ്സ്? അതായത് എക്സാക്ട് സെന്റിമീറ്റേഴ്സ് ആയിട്ട് മാത്രം ഒരു പെൻസിൽ ഉണ്ടാവുമോ? എന്തായിരിക്കും അതിൽ? മില്ലിമീറ്റേഴ്സ് ഇല്ല. ഇവിടെ ചോദിച്ചിരിക്കുന്നത് 8 സെന്റിമീറ്റർ ലോങ് പെൻസിൽ. എന്താണ്? ഒരു പെൻസിലിന്റെ ലെങ്ത് എന്താണ്? 8 സെന്റിമീറ്റർ ആയിരിക്കുക. ഇങ്ങനെ കിട്ടുന്നതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? ഡെസിമൽ ഫോമിലേക്ക് എഴുതാൻ കഴിയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 8 സെന്റിമീറ്ററിനെ ഡെസിമൽ ഫോം ആക്കി എഴുതാൻ കഴിയില്ലേ? എഴുതാൻ കഴിയും. എങ്ങനെ എഴുതാം? മില്ലിമീറ്റേഴ്സ് ഇല്ലാത്തത് കൊണ്ട് നമുക്കതിനെ 8 സെന്റിമീറ്റർ ആകുമ്പോൾ എന്ത് ചെയ്യാം? 8.0 സെന്റിമീറ്റേഴ്സ് എന്ന് എഴുതാം. പോയിന്റിന്റെ ഇടതുവശത്ത് വരുമ്പോൾ എന്തായിരുന്നു? അത് സെന്റിമീറ്റർ ആണ്. വലതുവശത്ത് വരുന്നത് എന്താണ്? മില്ലിമീറ്റർ ആണ്. അത് എപ്പോഴും ഓർത്ത് വയ്ക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ മില്ലിമീറ്റേഴ്സ് ഇല്ല. അതുകൊണ്ടാണ് എന്ത് വന്നത്? ഇവിടെ 0. ഇനിയിപ്പോൾ പെൻസിലിന്റെ നീളം 8.3 ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? നമ്മളിവിടെ 8 പിന്നെ എന്തായിരുന്നു? 3നെ എന്ത് ചെയ്യും? 10ൽ 3 ഭാഗമായതുകൊണ്ട് 3/10 എന്ന് എഴുതുമായിരുന്നു അല്ലേ? പിന്നീട് അതിനെ 8.3 സെന്റിമീറ്റർ എന്നായിരുന്നു എഴുതിയിരുന്നത്. ഇവിടെ എന്താണ്? മില്ലിമീറ്റേഴ്സ് ഇല്ല. അതുകൊണ്ട് നമുക്ക് 8.0 എന്ന് എഴുതാം. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് എ പെൻസിൽ കനോട്ട് ലെസ് ദാൻ എ സെന്റിമീറ്റർ ലോങ്. 1 സെന്റിമീറ്ററിനേക്കാൾ ചെറുതായിട്ടുള്ള പെൻസിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്തായാലും നമ്മളൊന്നും കണ്ടിട്ടില്ല. പക്ഷേ 1 സെന്റിമീറ്ററിനേക്കാൾ കുറഞ്ഞ അളവുകളുള്ള ഒരുപാട് ഉപകരണങ്ങളുണ്ട് അല്ലേ? ഇവിടെ നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എ വെരി സ്മോൾ ബിറ്റ് ഓഫ് വയർ, സ്മോൾ സ്ക്രൂസ് ഇൻ ടോയ്സ്. ടോയ്സിലൊക്കെ ഉണ്ടാകുന്ന വളരെ ചെറിയ സ്ക്രൂസ് കണ്ടിട്ടില്ലേ? അതെന്തായിരുന്നു? 1 സെന്റിമീറ്ററിനേക്കാൾ ചെറുതാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത് കൂടെ എന്ന് അറിഞ്ഞിരിക്കണം. ഫോർ എക്സാമ്പിൾ 6 മില്ലിമീറ്റേഴ്സ് മീൻസ് 6/10 സെന്റിമീറ്റേഴ്സ് അല്ലേ? 6 മില്ലിമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? 6/10 സെന്റിമീറ്റേഴ്സ് ആണ്. ഇറ്റ് ഹാസ് നോ ഹോൾ നമ്പേഴ്സ് പാർട്ട് ഇൻ ദ ജസ്റ്റ് എ ഫ്രാക്ഷൻ. അപ്പോൾ ഇതെന്ത് മാത്രമാണ്? ഒരു ഫ്രാക്ഷൻ മാത്രമാണ്. ഒരു ഹോൾ പാർട്ട് ഉണ്ടോ? ഹോൾ പാർട്ട് ഉണ്ടാവണമെങ്കിൽ എന്തുണ്ടായിരുന്നു? അതിനിപ്പോൾ 1 സെന്റിമീറ്ററും 6 മില്ലിമീറ്ററും ആണെങ്കിൽ പറഞ്ഞിരുന്നെങ്കിൽ നമുക്കൊരു ഹോൾ പാർട്ട് ഉണ്ടാവുമായിരുന്നു അല്ലേ? ഇല്ല. ഇവിടെ എന്താണുള്ളത്? ഒരു ഫ്രാക്ഷൻ മാത്രമാണുള്ളത്. 6/10 എന്ന ഒരു ഫ്രാക്ഷൻ മാത്രമാണുള്ളത്. മനസ്സിലായില്ലേ? ഹോൾ പാർട്ട് എന്ന് പറയുന്നത് അതിലെന്തുണ്ടായിരിക്കണം? സെന്റിമീറ്റേഴ്സ് ഉണ്ടായിരിക്കണം. ഇവിടെ എന്താണുള്ളത്? ഫ്രാക്ഷൻ ആണുള്ളത് അല്ലേ? 6/10 എന്ന ഫ്രാക്ഷൻ ആണുള്ളത്. അങ്ങനെ വരുമ്പോൾ 8 സെന്റിമീറ്റർ നീളമുള്ള ഒരു പെൻസിലിനെ നമ്മൾ എന്താണ് എഴുതിയത്? 8.0 എന്നാണ് എഴുതിയിരുന്നത്. ഇവിടെ എന്താണ്? സെന്റിമീറ്റർ, ഇവിടെ മില്ലിമീറ്റർ ആണ് വരുന്നത്. മില്ലിമീറ്റർ അളവുകൾ ഇല്ലാത്തത് കൊണ്ട് എന്ത് എഴുതി? അതിനെ 0 എന്ന് എഴുതി. ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ എന്താണ്? മില്ലിമീറ്റർ ആണ് 6/10 തന്നിരിക്കുന്നത്. അപ്പോൾ 6/10നെ നമുക്ക് 0.6 എന്ന് എഴുതാൻ കഴിയും. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എന്തില്ല? സെന്റിമീറ്റർ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് അവിടെ ഒരു 0 ചേർക്കാം. അങ്ങനെയാണെങ്കിൽ 6/10നെ 0.6 സെന്റിമീറ്റർ എന്ന് നമുക്ക് എഴുതാൻ കഴിയും. അതേപോലെ തന്നെ നോക്കുക. ലൈക്ക് ദിസ് വി ക്യാൻ റൈറ്റ് 4 മില്ലിമീറ്റേഴ്സ്. 4 മില്ലിമീറ്റേഴ്സിനെ എങ്ങനെ എഴുതാം? 0.4 സെന്റിമീറ്റേഴ്സ് എന്ന് എഴുതാം. ഇത്രയും പാഠഭാഗം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ആർക്കെങ്കിലും മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ജസ്റ്റ് ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യാം. നമ്മളൊരു പെൻസിൽ അളന്നു. അതിൻ്റെ നീളം വരുന്നത് എത്രയാണ്? 9 സെന്റിമീറ്റേഴ്സ് ആൻഡ് 4 മില്ലിമീറ്റേഴ്സ് എന്നാണെന്നിരിക്കട്ടെ. ഒരു സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 10 മില്ലിമീറ്റർ ആണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം 1 സെന്റിമീറ്ററിനെ 10 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 4 മില്ലിമീറ്റേഴ്സ് എന്ന് പറയുന്നത് 10ൽ 4 ഭാഗമാണെന്ന് നമുക്ക് മനസ്സിലായി. പിന്നീട് 9 സെന്റിമീറ്റേഴ്സ് ആൻഡ് 4 മില്ലിമീറ്റേഴ്സിനെ 9 ആൻഡ് 4/10 സെന്റിമീറ്റേഴ്സ് എന്ന് എഴുതി. പിന്നീട് ഡെസിമൽ ഫോമിലേക്ക് മാറ്റി എഴുതാൻ പഠിച്ചിട്ടുണ്ട്. 9 4/10 സെന്റിമീറ്റേഴ്സിനെ എങ്ങനെ എഴുതി? 9.4 സെന്റിമീറ്റേഴ്സ് എന്ന് എഴുതി. പിന്നീട് പറയുന്നത് ഒരു പെൻസിൽ അളന്നപ്പോൾ നമുക്ക് 7 സെന്റിമീറ്റേഴ്സ് ആണ് കിട്ടിയതെങ്കിൽ അതിനെ ഡെസിമൽ ഫോമിലേക്ക് മാറ്റി എഴുതാൻ കഴിയും. എങ്ങനെ എഴുതാൻ കഴിയും? 7.0 സെന്റിമീറ്റേഴ്സ് എന്ന് എഴുതാൻ കഴിയും. ഇനി ഒരു ചെറിയ വസ്തുവാണ് അളക്കുന്നതെങ്കിൽ അതിന് സെന്റിമീറ്റർ അല്ല കിട്ടുന്നത്. സെന്റിമീറ്റർ ഇല്ല. നമുക്ക് വെറും മില്ലിമീറ്റർ മാത്രമാണ് കിട്ടുന്നതെങ്കിൽ, സപ്പോസ് 5 മില്ലിമീറ്റേഴ്സ് മാത്രമാണ് കിട്ടിയതെങ്കിൽ അതിനെ എങ്ങനെ എഴുതാമെന്ന് പഠിച്ചു? 0.5 സെന്റിമീറ്റർ എന്ന് എഴുതാമെന്ന് പഠിച്ചു. അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ആദ്യത്തെ പാരഗ്രാഫിൽ എന്താണ് കൊടുത്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മുൻപ് നമ്മൾ എന്തായിരുന്നു ചെയ്തത്? ഒരു ജോമെട്രിക് ബോക്സിലെ
സ്കെയിൽ ഉപയോഗിച്ച് ഒരു പെൻസിലിന്റെ നീളം അളന്നു. പെൻസിലിന്റെ നീളം അളന്നപ്പോൾ എന്തൊക്കെയാണ് കിട്ടിയത്? നമുക്ക് മില്ലിമീറ്റേഴ്സ് കിട്ടി, സെന്റിമീറ്റേഴ്സ് കിട്ടി. അവിടെ നിന്ന് നമ്മൾ പഠിച്ചത് എന്താണ്? 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 10 മില്ലിമീറ്റർ ആണെന്ന് പഠിച്ചു. ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഒരു റൂമിലെ ബെഞ്ച് അളക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ സ്പോർട്സ് ഡേക്ക് ഒരാൾ ജമ്പ് ചെയ്തതിന്റെ എന്താണ്? ദൂരം അളക്കാൻ പോവുകയാണ് അല്ലെ? അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ക്ലാസ് റൂമിന്റെ നീളവും വീതിയും അളക്കാൻ നോക്കുകയാണ്. ഇങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ സ്കെയിൽ ഉപയോഗിച്ചിട്ട് അളക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും നമുക്ക് സ്കെയിൽ ഉപയോഗിച്ച് അളക്കാൻ കഴിയും. പക്ഷെ ടൈം എടുക്കും അല്ലെ? ബെഞ്ച് അളക്കാൻ വളരെ ഈസി ആയിട്ട് കഴിഞ്ഞെന്നിരിക്കും. കാരണം നമുക്ക് 15 സെന്റിമീറ്ററിന്റെ സ്കെയിലുണ്ട്, 30 സെന്റിമീറ്ററിന്റെ സ്കെയിലുണ്ട്. 30 സെന്റിമീറ്ററിന്റെ സ്കെയിൽ ഉപയോഗിച്ച് ഒരുപക്ഷെ ബെഞ്ച് വളരെ പെട്ടെന്ന് നമുക്ക് അളക്കാം. ഒരു ക്ലാസ് റൂം അളക്കാനോ? അങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് മീറ്റർ സ്കെയിൽ അല്ലെങ്കിൽ എന്താണ് ടേപ്പ്. നിങ്ങൾ അളക്കുന്ന ടേപ്പ് കണ്ടിട്ടില്ലേ? അതിന് 3, 4 മീറ്റർ, 5 മീറ്റർ, 10 മീറ്റർ ഒക്കെ ഉണ്ടാവും. ഒരു സ്കെയിലിന്റെ നീളം എന്ന് പറയുന്നത് 1 മീറ്റർ ഉണ്ടാവും. അതിനെയാണ് മീറ്റർ സ്കെയിൽ എന്ന് പറയുന്നത്. മുമ്പ് നമ്മൾ പഠിച്ചു, ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, 1 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു 10 മില്ലിമീറ്റർ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 100 സെന്റിമീറ്റർ ആണ്. 100 സെന്റിമീറ്റർ ചേർന്നാലാണ് 1 മീറ്റർ ആയിട്ട് മാറുന്നത്. അതായത് 1 മീറ്ററിനെ 100 സെന്റിമീറ്ററുകളായിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മീറ്റർ ആയിരിക്കും? നമുക്കറിയാം 100ൽ ഒരു ഭാഗമായിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് 100ൽ ഒരു ഭാഗം എന്ന് എഴുതാം. ഇനി 5 സെന്റിമീറ്റർ ആണെങ്കിലോ? 5 സെന്റിമീറ്റർ ആണെങ്കിൽ അതിനെ 5/100 മീറ്റർ എന്ന് എഴുതാം. ഇവിടെ നമ്മളൊരു ബെഞ്ചിന്റെ ലെങ്ത് അളക്കുകയാണ്. ദ ലെങ്ത് ഓഫ് ദ ബെഞ്ച് വാസ് ഫൗണ്ട് 2 meters and 13 സെന്റിമീറ്റർ. 2 മീറ്റേഴ്സും 13 സെന്റിമീറ്റേഴ്സും ആണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ 13 സെന്റിമീറ്റേഴ്സിന് എന്തായിരിക്കും? 100ൽ 13 ഭാഗങ്ങളായിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? അതിനെ 13/100 എന്ന് എഴുതാം. നമ്മുടെ കയ്യിലുള്ള അളവുകൾ എന്താണ്? 2 മീറ്റേഴ്സും ഉണ്ട്, 13 സെന്റിമീറ്റേഴ്സും ഉണ്ട്. 2/13/100 മീറ്റേഴ്സ് എന്നാണ് എഴുതുന്നത്. പിന്നീട് ഇതിനെ ഡെസിമൽ ഫോമിലേക്ക് എഴുതണം. മുൻപ് നമ്മൾ ചെയ്തതുപോലെ തന്നെയാണ്. മുമ്പ് നമ്മൾ സെന്റിമീറ്ററും മില്ലിമീറ്ററും കിട്ടിയപ്പോഴായിരുന്നു ഡെസിമൽ ഫോമിലേക്ക് മാറ്റി എഴുതിയത്. അപ്പോൾ 13/100 എന്തായിട്ട് മാറും? 0.13 ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ആകെ കിട്ടുന്നത് എന്താണ്? 2.13 മീറ്റർ എന്നാണ്. അടുത്തായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത് എന്താണ്? 4 meters and 78 സെന്റിമീറ്റേഴ്സ്. ഇവിടെ മീറ്റർ ആണുള്ളത്, ഇവിടെ സെന്റിമീറ്റർ ആണുള്ളത്. 78നെ ഫ്രാക്ഷനിലേക്ക് മാറ്റി എഴുതണം. ടോട്ടൽ ഉണ്ടായിരുന്നത് 100 സെന്റിമീറ്റർ ആണ് ഉള്ളത് അല്ലേ? അതിലെത്രയാണ്? 78 ഭാഗമാണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 78/100 എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ എങ്ങനെ എഴുതാൻ കഴിയും? 4/78/100 മീറ്റേഴ്സ് എന്ന് എഴുതാം. പിന്നീട് എന്താണ്? ഇതിനെ ഡെസിമൽ ഫോമിലേക്ക് മാറ്റി എഴുതണം. ഡെസിമൽ ഫോമിലേക്ക് മാറ്റി എഴുതുമ്പോൾ എങ്ങനെയാണ് പഠിച്ചത്? 4.78 മീറ്റേഴ്സ് എന്നാണ് എഴുതുന്നത്. ഇനി നമുക്ക് പേജ് നമ്പർ 90 നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദ ലെങ്ത് ഓഫ് എ ടേബിൾ വാസ് ഫൗണ്ട് ടു ബി 1 meter 25 സെന്റിമീറ്റേഴ്സ് ആൻഡ് ലിറ്റിൽ മോർ. വെൻ ദിസ് ബിറ്റ് വാസ് മെഷേർഡ് ഇൻ മില്ലിമീറ്റേഴ്സ് ഇറ്റ് വാസ് ഫൗണ്ട് ടു ബി 4. ഇതൊരു ടേബിൾ ആണെന്ന് കരുതുക. ഇതിന്റെ നീളം അളക്കുകയാണ്. അളന്നപ്പോൾ എന്തൊക്കെയാണ് കിട്ടിയത്? 1 മീറ്റർ കിട്ടി, പിന്നീട് 25 സെന്റിമീറ്റർ കിട്ടി, പിന്നീട് എന്താണ്? അതിനേക്കാൾ കുറച്ച് കൂടുതൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മില്ലിമീറ്റർ ആയിരിക്കും അല്ലേ? അപ്പോൾ കിട്ടിയത് 4 മില്ലിമീറ്റേഴ്സ് ആണ്. അതിന്റെ മെഷേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. 1 meter 25 സെന്റിമീറ്റേഴ്സ് ആൻഡ് 4 മില്ലിമീറ്റേഴ്സ്. ഇതിന് എന്ത് ചെയ്യണം? നമുക്ക് ഇവിടെ ഡിഫറെന്റ് മെഷേഴ്സ് ആണുള്ളത് അല്ലേ? ഒന്ന് മീറ്ററിലാണുള്ളത്, മറ്റൊന്ന് സെന്റിമീറ്റർ ആണുള്ളത്, പിന്നീട് മില്ലിമീറ്റേഴ്സിലാണുള്ളത്. ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്, ഫസ്റ്റ് ലെറ്റസ് കൺവേർട്ട് എവറിത്തിങ് ലെസ് ദാൻ എ മീറ്റർ ഇൻടു മില്ലിമീറ്റർ. ഒരു മീറ്ററിനേക്കാൾ ചെറുതായിട്ടുള്ള എല്ലാ അളവുകളും എന്ത് ചെയ്യാം? മില്ലിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. 25 സെന്റിമീറ്റേഴ്സ് ഉണ്ട്, 4 മില്ലിമീറ്റേഴ്സും ഉണ്ട് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യാം? ആദ്യം 25 സെന്റിമീറ്ററിനെ എന്ത് ചെയ്യാം? നമ്മൾ മില്ലിമീറ്ററിലേക്ക് എന്ത് ചെയ്യാം? കൺവേർട്ട് ചെയ്യാം. അങ്ങനെ കൺവേർട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? ഈ 4 മില്ലിമീറ്ററുമായിട്ട് ഇതിനെ എന്ത് ചെയ്യാം? കൂട്ടുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? ഈ 2 അളവുകളും നമുക്ക് എന്ത് കിട്ടി? മില്ലിമീറ്റേഴ്സിലേക്ക് കിട്ടും. ഓക്കെ, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ നിങ്ങളോട് പറയാം. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ആദ്യത്തേത് എന്താണ്? മീറ്ററിലാണ് ഉള്ളത് അല്ലേ? നമുക്ക് എല്ലാ മീറ്ററിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈ മീറ്ററിനെ നമ്മൾ തൽക്കാലം അവിടെ വെക്കുകയാണ്. അതിനുശേഷം ബാക്കി വരുന്നത് എന്താണ്? 25 സെന്റിമീറ്റർ വരുന്നുണ്ട്, 4 മില്ലിമീറ്റർ വരുന്നുണ്ട്. സെന്റിമീറ്ററിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? മില്ലിമീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. നമുക്കറിയാവുന്ന കാര്യമാണ്. 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മില്ലിമീറ്റർ ആണ്. അത് നമ്മൾ മുമ്പേ പഠിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ 25 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 25 × 10
അത്രയും എന്തായിരിക്കും? മില്ലിമീറ്റർ ആയിരിക്കും. 25 × 10 പറഞ്ഞാൽ എത്രയാണ്? 250 ആണ് അല്ലേ? 250 മില്ലിമീറ്റർ എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ 25 സെന്റിമീറ്ററിനെ എന്ത് ചെയ്തു? മില്ലിമീറ്ററിലേക്ക് മാറ്റി. ഇവിടെ നമുക്ക് എഴുതാം 25 സെന്റിമീറ്റർ ഈക്വൽ ടു 250 മില്ലിമീറ്റർ. പിന്നീട് എന്ത് ചെയ്യണം? 250 മില്ലിമീറ്ററിന്റെ കൂടെ എന്ത് ചെയ്യണം? 4 മില്ലിമീറ്റർ കൂടെ കൂട്ടണം. അങ്ങനെ ആകുമ്പോൾ എത്ര കിട്ടും? 254 മില്ലിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഇവിടെയുള്ള ഈ ഭാഗത്തെ നമുക്കൊന്ന് ചുരുക്കി എഴുതാം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് 1 മീറ്റർ ആൻഡ് 254 മില്ലിമീറ്റർ എന്നാണ്. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? മില്ലിമീറ്ററിനെ നമ്മൾ ഇനി എന്താണ് ചെയ്യുന്നത്? മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. അതിനുവേണ്ടി നമുക്ക് നോക്കാം. വീണ്ടും പഴയ കാര്യം തന്നെ എടുക്കാം. 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 10 മില്ലിമീറ്റർ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ 100 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ 10 × 100 അല്ലേ? അത്രയും മില്ലിമീറ്റർ ആയിരിക്കും. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 100 സെന്റിമീറ്റർ ഈക്വൽ ടു 1000 മില്ലിമീറ്റർ എന്ന് കിട്ടി. 1 മീറ്റർ ഈക്വൽ ടു 100 സെന്റിമീറ്റർ നമ്മൾ തൊട്ട് മുൻപേ പഠിച്ചതാണ്. 1 മീറ്റർ ആവുന്നത് 100 സെന്റിമീറ്റർ വരുമ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള 100 സെന്റിമീറ്ററിനെ നമുക്ക് എന്ത് എഴുതാം? 1 മീറ്റർ എന്ന് എഴുതാം അല്ലേ? 1 മീറ്റർ ഈസ് ഈക്വൽ ടു എന്താണ്? 1000 മില്ലിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 254 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു മീറ്ററിനെ എത്ര ഭാഗമായിട്ടാണ് മാറ്റുന്നത്? 1000 മില്ലിമീറ്റർ ആയിട്ട് മാറ്റുന്നത് അല്ലേ? 1000 മില്ലിമീറ്ററിൽ എന്താണ്? 254 ഭാഗമാണ്. അപ്പം നമുക്ക് എന്ത് എഴുതാം? 254 ഡിവൈഡഡ് ബൈ 1000 എന്ന് എഴുതാം. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? 1 സെന്റിമീറ്റർ ഈക്വൽ ടു 10 മില്ലിമീറ്റർ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ 5 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ എഴുതിയത്? 5/10 സെന്റിമീറ്റർ എന്നായിരുന്നു എഴുതിയിരുന്നത് അല്ലേ? അതേപോലെ തന്നെയാണ് ഇവിടെ. അതായത് 10 ഭാഗത്തിൽ എന്താണ്? 5 ഭാഗമാണ് വരുന്നത്. അതേപോലെ തന്നെ ഇവിടെ 1000 ഭാഗത്തിൽ എത്രയാണ്? 254 ഭാഗമാണ് വരുന്നത്. അത്രയും മീറ്റർ എന്ന് നമുക്ക് എഴുതാം. ഇതിനെ വീണ്ടും നമുക്ക് മാറ്റി എഴുതണം. 1 മീറ്റർ ആൻഡ് 254 മില്ലിമീറ്ററിന് എന്തെഴുതാം? 1 ഇവിടെയുള്ള 254 മില്ലിമീറ്ററിന് പകരം എന്തെഴുതാം? 254 ഡിവൈഡഡ് ബൈ 1000 മീറ്റർ എന്ന് എഴുതാം. ഇപ്പം എന്ത് കിട്ടി? 254 ഡിവൈഡഡ് ബൈ 1000 എന്ന് കിട്ടി. ഇനി അടുത്തത് ഡെസിമൽ ഫോമിലേക്കൊക്കെ മാറ്റി എഴുതണം. അപ്പോൾ നമുക്ക് എഴുതാം 1.254 മീറ്റർ. പോയിന്റിന് ശേഷം 254 എന്ന് ഒരുമിച്ച് വായിക്കാൻ പാടില്ല. എങ്ങനെ വായിക്കണം? 1.254 മീറ്റർ എന്ന് വായിക്കണം. ടെസ്റ്റിൽ കൊടുത്തിരിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. വാട്ട് ഈസ് ദ ഡെസിമൽ ഫോം ഓഫ് 1 മീറ്റർ, 20 സെന്റിമീറ്റർ ആൻഡ് 4 മില്ലിമീറ്റർ? ഇവിടെ തന്നിരിക്കുന്നത് 1 മീറ്റർ, 20 സെന്റിമീറ്റർ, 4 മില്ലിമീറ്റർ. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം 20 സെന്റിമീറ്ററിനെ എന്ത് ചെയ്യണം? നമ്മൾ മില്ലിമീറ്ററിലേക്ക് മാറ്റി എഴുതണം. 1 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു 10 മില്ലിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 20 സെന്റിമീറ്റർ ഈക്വൽ ടു 20 × 10 അത്രയും എന്തായിരിക്കും? മില്ലിമീറ്റർ ആയിരിക്കും. 20 × 10 എത്രയാണ്? 200 ആണ് അല്ലേ? 200 മില്ലിമീറ്റർ ആയിരിക്കും. പിന്നീട് എന്ത് ചെയ്യണം? 200 മില്ലിമീറ്ററിനെ എന്ത് ചെയ്യണം? 4 മില്ലിമീറ്ററോടിട്ട് എന്ത് ചെയ്യണം? കൂട്ടണം. അങ്ങനെയാണെങ്കിൽ കിട്ടുന്നത് 204 മില്ലിമീറ്റർ എന്നാണ്. 1 മീറ്റർ ആൻഡ് 204 മില്ലിമീറ്റർ എന്ന് കിട്ടി. ഇനി അടുത്തായിട്ട് എന്താണ് ചെയ്യുന്നത്? 204 മില്ലിമീറ്ററിനെ എന്ത് ചെയ്യണം? മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. 1 മീറ്റർ ഈസ് ഈക്വൽ ടു എത്രയാണ്? 1000 മില്ലിമീറ്റർ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 204 മില്ലിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 1000 എന്താണ്? 204 ഭാഗമാണ്. അപ്പോൾ നമുക്ക് 204 ഡിവൈഡഡ് ബൈ 1000 എന്ന് എഴുതാം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 1 മീറ്റർ ആൻഡ് 204 മില്ലിമീറ്ററിനെ 1 ആൻഡ് 204 ഡിവൈഡഡ് ബൈ 1000 എന്ന് എഴുതിയിരിക്കുന്നത്. അത്രയും എന്തായിരിക്കും? മീറ്റേഴ്സ് ആയിരിക്കും. ഇനി എന്താണ് ചെയ്യുന്നത്? ഇതിനെ ഡെസിമൽ ഫോമിലേക്ക് മാറ്റി എഴുതണം. ഡെസിമൽ ഫോമിലേക്ക് മാറ്റി എഴുതുമ്പോൾ എന്താണ് വരുന്നത്? 1.204 മീറ്റേഴ്സ് എന്നാണ് വരുന്നത്. ഇതുവരെ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? ലെങ്ത് അളക്കുന്ന കാര്യമാണ് പറഞ്ഞത്. മറ്റൊരു മെഷർമെന്റ് കൂടെ ഇവിടെ വരികയാണ്. എന്താണ്? നമ്മൾ ദ്രാവക രൂപത്തിലുള്ള ഒരു വസ്തു അളക്കുമ്പോൾ അത് ലിറ്റേഴ്സിലാണ് പറയുന്നത് അല്ലേ? ലിറ്റേഴ്സിലും പറയും,
അതേപോലെ തന്നെ ചെറിയ അളവുകളെ എന്ത് പറയും? മില്ലി ലിറ്റേഴ്സ് എന്നും പറയും. മില്ലി ലിറ്റേഴ്സ് ആൻഡ് ലിറ്റേഴ്സ് ആണ് വരുന്നത്. ഇവിടെ നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് 2 ലിറ്റേഴ്സ് ആൻഡ് 125 മില്ലി ലിറ്റേഴ്സിനെ എന്ത് ചെയ്യണം? ഡെസിമൽ ഫോമിലേക്ക് മാറ്റി എഴുതണം. അപ്പോൾ വീണ്ടും നമ്മൾ ഒരു ഇക്വേഷൻ പഠിക്കേണ്ടതുണ്ട്. എന്താണ്? 1 ലിറ്റർ ഈസ് ഈക്വൽ ടു എന്താണ്? 1000 മില്ലി ലിറ്റേഴ്സ്. അങ്ങനെയാണെങ്കിൽ 1 മില്ലി ലിറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1000-ൽ എന്തായിരിക്കും? ഒരു ഭാഗമായിരിക്കും. അത്രയും ലിറ്റേഴ്സ് ആയിരിക്കും. 2 ലിറ്റേഴ്സ് ആൻഡ് 125 മില്ലി ലിറ്റേഴ്സ്. മില്ലി ലിറ്റേഴ്സിന് ml എന്നാണ് എഴുതുന്നത്. 125 എന്ന് പറയുന്നത് എന്താണ്? 125 മില്ലി ലിറ്റർ എന്ന് പറയുന്നത് 1000-ൽ 125 ഭാഗമാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം 2 ആൻഡ് 125 ബൈ 1000 ലിറ്റേഴ്സ് എന്ന് എഴുതാം. 125 മില്ലി ലിറ്റേഴ്സിനെ ലിറ്റേഴ്സിലേക്ക് മാറ്റുമ്പോൾ 125 ഡിവൈഡഡ് ബൈ 1000 എന്ന് പറയുന്നു. അതായത് 1000 ഭാഗത്തിൽ എന്താണ്? 125 ഭാഗമാണ് അത്. 2 ലിറ്റേഴ്സ് ആൻഡ് 125 മില്ലി ലിറ്റേഴ്സ് എസ് 2 ആൻഡ് 125 ഡിവൈഡഡ് ബൈ 1000 ലിറ്റേഴ്സ്. അതിനെ ഫ്രാക്ഷണൽ ഫോമിലേക്ക് മാറ്റി എഴുതുമ്പോൾ 2.125 ലിറ്റേഴ്സ് എന്ന് എഴുതാം. മുമ്പ് ഇതേപോലെ തന്നെ ചെയ്തത് എന്തായിരുന്നു? മീറ്ററിനെ ആയിരുന്നു എന്നായിരുന്നു വ്യത്യാസം വരുന്നത്. അടുത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു മെഷർമെന്റ് നോക്കാം. ഇവിടെ വരുന്ന മെഷർമെന്റ് എന്താണ്? കിലോഗ്രാംസ് ആൻഡ് ഗ്രാംസ് ആണ്. 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? 1000 ഗ്രാംസ് ആണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? കാണാപാഠമായിട്ട് പഠിച്ചു വെക്കണം. 1 കിലോഗ്രാം ഈസ് ഈക്വൽ ടു 1000 ഗ്രാംസ്. അതേപോലെ തന്നെ എന്താണ്? ഇവിടെ വരുന്ന 1 ലിറ്റർ ഈസ് ഈക്വൽ ടു 1000 മില്ലി ലിറ്റേഴ്സ്. ഇത് നമുക്ക് എപ്പോഴും മനസ്സിൽ ഓർമ്മയുണ്ടാവണം. 1 ഗ്രാം എന്ന് പറയുമ്പോൾ എന്താണ്? 1/1000 കിലോഗ്രാം ആണ്. അതായത് 1000 കിലോഗ്രാമിൽ ഒരു ഭാഗമാണ് എന്താണ്? 1 ഗ്രാം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? 5 കിലോഗ്രാംസ് ആണ്. പിന്നീട് എന്താണ്? 375 ഗ്രാംസ് ആണ്. അങ്ങനെ നമുക്ക് എഴുതാം 5 ആൻഡ് 375 ഡിവൈഡഡ് ബൈ 1000 എന്ത് എഴുതാം? കിലോഗ്രാംസ് എന്ന് എഴുതാം. കിലോഗ്രാംസിന് എന്താണ്? ചുരുക്കത്തിൽ നമുക്ക് kg എന്ന് എഴുതാൻ കഴിയും. ഇങ്ങനെ വരുമ്പോൾ അതിനെ വീണ്ടും ഡെസിമൽ ഫോമിലേക്ക് മാറ്റി എഴുതാം. 5.375. ഇത് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മീറ്ററിൻ്റെ കേസ് വന്നപ്പോൾ നമ്മൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞതാണ്. പിന്നീട് ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഹയർ സ്റ്റഡീസിന് അത് മനസ്സിലാക്കുന്നതായിരിക്കും. ആദ്യം നമുക്ക് കിട്ടിയത് ഒരു പെൻസിലായിരുന്നു. പെൻസിൽ അളന്നപ്പോൾ 7 സെൻറ്റിമീറ്ററും 3 മില്ലിമീറ്ററും കിട്ടി. അപ്പോൾ അതിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റി എഴുതാൻ വേണ്ടി 7 3/10 എന്ന് എഴുതി. പിന്നീട് ഡെസിമൽ ഫോമിലേക്ക് എഴുതുമ്പോൾ 7.3 സെൻറ്റിമീറ്റർ എന്ന് എഴുതി. അടുത്തത് നമ്മൾ അളന്നത് എന്താണ്? ഒരു ബെഞ്ചാണ് അളന്നത്. കിട്ടിയത് 2 മീറ്റർ ആണ്. പിന്നീട് എന്താണ്? 13 സെൻറ്റിമീറ്റർ ആണ് കിട്ടിയത്. അതിനെ 2 ആൻഡ് 13/100 മീറ്റർ എന്നാക്കി മാറ്റി. പിന്നീട് ഡെസിമൽ ഫോമിലേക്ക് എഴുതിയപ്പോൾ എന്ത് ചെയ്തു? 2.13 മീറ്റർ എന്ന് എഴുതി. പിന്നീട് എന്താണ്? ഒരു ടേബിളാണ് അളന്നത് അല്ലേ? ടേബിൾ അളന്നപ്പോൾ 1 മീറ്റർ കിട്ടി. പിന്നീട് എന്താണ്? 250 സെൻറ്റിമീറ്റർ കിട്ടി. പിന്നെ 4 മില്ലിമീറ്റർ കിട്ടി. 1,254 ഡിവൈഡ് ബൈ 1000 മീറ്റർ എന്നാക്കി മാറ്റി. പിന്നീട് 1.254 മീറ്റർ എന്ന് എഴുതി. നിങ്ങൾക്ക് ഇതുവരെയുള്ള ആൻസർ കിട്ടിക്കഴിഞ്ഞു എന്ന് കരുതുക. പിന്നീട് എവിടെയാണ് പോയിന്റ് എന്ന് ഓർത്തെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഇവിടെ നോക്കേണ്ടത്? 7 3/10 എഴുതി. ഇവിടെ എന്താണ്? ഇവിടെ ഒരു 0 ആണ് ഉള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് 7 കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ടതിന് ശേഷം എന്താണ്? ഒരു സംഖ്യയാണ് വരുന്നത്. ഒരു 0 വരുമ്പോൾ എന്താണ്? പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യ വരണം. ഇവിടെ എന്താണ്? 213/100 ആണ്. ഇവിടെ എന്തുണ്ട്? 2 സീറോകളുണ്ട് അല്ലേ? അപ്പോൾ 2 പോയിന്റ് കഴിഞ്ഞിട്ട് എന്ത് വന്നു? 2 സംഖ്യകൾ വന്നു. ഇവിടെ നോക്കാം. ഇവിടെ 1,254/1000 ആണ്. ഇവിടെ എത്ര പൂജ്യങ്ങൾ വന്നു? 3 പൂജ്യങ്ങൾ വന്നു. അപ്പോഴെന്താണ്? 1 പോയിന്റ് ഇട്ടതിന് ശേഷം എത്രയാണ്? 3 സംഖ്യകൾ ഇവിടെ വന്നു. അപ്പോൾ എത്രയാണോ പൂജ്യമുള്ളത് പോയിന്റ് കഴിഞ്ഞിട്ട് എന്ത് വേണം? അത്രയും സംഖ്യകൾ വരണം. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്താണ്? ഡെസിമൽ ഫോമിലേക്ക് മാറ്റി എഴുതുമ്പോൾ തെറ്റ് വരില്ല. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇതേ പേജിലുള്ള പ്രവൃത്തി പരിചയം നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.